ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് കമൻറ്റിലേക്ക് ഫോട്ടോ കൂടി സെറ്റാക്കാൻ എന്നതൊരു നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ പാർട്ട് 5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് വെച്ചാൽ 100 ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങൾ നല്ല വീഡിയോ സീരീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൊണ്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ മെയിൻ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, മെയിൻ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം എഡിറ്റ് ഫയൽ പേജിലേക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ ഓൺ മെസ്സേജ് കമൻറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓൺ മെസ്സേജ് നമ്മൾ പാർട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ആ ഒരു പാർട്ട് നോക്കാം. ആ പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആ പാർട്ട് നോക്കിയതിന് ശേഷം ഓൺ മെസ്സേജ് കമൻറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു ലൈന് വിട്ടു കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ലൈനിലേക്ക് വരാം. നെക്സ്റ്റ് ലൈനിലേക്ക് വന്നതിന് ശേഷം 4 സ്പേസ് വിട്ടു കൊടുക്കാം. ഓക്കെ, 1 2 3 4 സ്പേസ് വിട്ട് കൊടുത്തതിന് ശേഷം എവൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എവൈറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പേസ് വിട്ടു കൊടുക്കാം. ഓക്കെ, 1 സ്പേസ് വിട്ടു കൊടുക്കാം. എന്നിട്ടായിട്ട് ഈ ഒരു സംഭവം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു മെസ്സേജ് എന്നീ സംഭവം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മെസ്സേജ്. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, ഇത് രണ്ടും ഇപ്പോൾ സെയിം ആയിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം റിപ്ലൈ അണ്ടർസ്ക്വയർ ഫോട്ടോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫോട്ടോ ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ലൈനിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് ലൈനിലേക്ക് വന്നതിന് ശേഷം 4 സ്പേസ് വിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നേരെ എൻ്റെ അതേ ലെവലിലേക്ക് എത്തും. ഓക്കെ, നിങ്ങൾ ഇവിടെ എത്തും. എൻ്റെ ഇവിടെ നിന്ന് 4 സ്പേസ് ഒന്ന് വിട്ട് കൊടുക്കാം. അതിലും 4 സ്പേസ്, 2 3 4 സ്പേസ് വിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ടീൻ്റെ ഇതേ ലെവലിലേക്ക് എത്തും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്താക്കേണ്ടതെന്ന് വെച്ചാൽ ഫോട്ടോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫോട്ടോ = ഓക്കെ += ഒരു ഡബിൾ കോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു ഡബിൾ കോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഒരു ഡബിൾ കോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, 2 ഡബിൾ കോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, 2 ഡബിൾ കോട്ടിന് ഇപ്പോൾ റിമൂവ് ആക്കാണ്. ഓക്കെ, 1 ഡബിൾ കോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വാല്യൂ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വാല്യൂ. ഓക്കെ, അതിൻ്റെ ഒരു ഡബിൾ കോട്ട് ഇട്ട് കൊടുക്കാം അവസാനം. എന്നിട്ട് ഒരു കോമ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു കോമ ഇട്ട് കൊടുത്തതിന് ശേഷം ന്യൂ ലൈനിലേക്ക് വരാം. ഓക്കെ, ന്യൂ ലൈനിലേക്ക് വരാം. നെക്സ്റ്റ് ലൈനിലേക്ക് വരാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ നേരെ ഫോട്ടോൻ്റെ നേരെ പീൻ്റെ അതേ ലെവലിൽ കൊടുത്തിട്ടാക്കാം. ഓക്കെ, സെയിം ലൈനിലേക്ക് എത്തിയിട്ടുണ്ട്, സെയിം പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ എന്താക്കേണ്ടത് വെച്ചാൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ക്യാപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്യാപ്ഷൻ. ഓക്കെ, സ്ക്രീൻഷോട്ടെല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, ക്യാപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ക്യാപ്ഷൻ = ഒരു ഡബിൾ കോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ വാല്യൂ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ കൊടുക്കുകയാണ് ഹലോ ഗൈസ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഐ ആം പൈറോഗ്രാം ബോട്ടിൽ കൊടുക്കുകയാണ്. ഓക്കെ, ഐ ആം പൈറോഗ്രാം ബോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഷാർട്ടിൻ്റെ കമൻ്റായിട്ട്. എന്നിട്ട് ലാസ്റ്റ് അവസാനം ഒരു ഡബിൾ കോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ഒരു ക്ലോസ് ബ്രാക്കറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ അവസാനം ഒരു ക്ലോസ് ബ്രാക്കറ്റും കൂടി. ഓക്കെ, ക്ലോസ് ബ്രാക്കറ്റ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിവിടെ വേറൊരു സംഭവം മാത്രം പെൻഡിങ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും ഫോട്ടോ വാല്യൂ ആയിട്ട്. ഓക്കെ, ഫോട്ടോത്തിന് നമുക്കൊരു വാല്യൂ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഈ വാല്യൂ നമ്മൾ എടുക്കേണ്ടത് ടെലഗ്രാമിൽ പോയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ടെലഗ്രാമിൽ ബോട്ടിൽ പോയിട്ടാണ് എടുക്കേണ്ടത്. ആ ബോട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ബോട്ടിലേക്ക് വരാം. ബോട്ടിലേക്ക് വന്നതിന് ശേഷം സ്റ്റാർട്ട് അടിച്ച് കൊടുക്കാം. സ്റ്റാർട്ട് അടിച്ച് കൊടുത്തതിന് ശേഷം ഒരു ഫോട്ടോ ബോട്ടിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു റിപ്ലൈ കിട്ടും ബോട്ടിൽ നിന്ന്. ഓക്കെ, ആ ഒരു റിപ്ലൈ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഒരു ലിങ്ക് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും വാല്യൂ ആയിട്ട് നമ്മൾ സംഭവം കൊടുത്തിട്ട് ഓക്കെ, ആ വാല്യൂ ഇവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വാല്യൂ ഒന്ന് റിമൂവ് ആക്കിയിട്ട് അവിടെ
ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഡബിൾ കോട്ട് രണ്ടെണ്ണം ഉണ്ട്. ആ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ടാണ് ഈ ഒരു സംഭവം പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ചെക്കൗട്ടാക്കി നോക്കാം, ഇവിടെ ഡബിൾ കോട്ട് ഉണ്ടോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഡബിൾ കോട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ഒരു ഡബിൾ കോട്ട് ഉണ്ട്. ഞാൻ ഇപ്പോൾ സൂമാക്കി കാണിച്ചു തരാം. ഓക്കെ, എന്തെല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ, ഇപ്പോൾ ഞാൻ അതിന് സൂമാക്കി കാണിച്ചു തരാം. ഓക്കെ, ഒരു ഡബിൾ കോട്ട് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഒരു കൊമയും കൂടി ഉണ്ട്. ഓക്കെ, ഒരു കൊമയും കൂടി ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഫോട്ടോ സെറ്റ് ആകാനുള്ള പണി, വേറൊന്നും പണിയൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ നേരെ കമ്മിറ്റ് ചേഞ്ചസ് എന്ന് അടിച്ചു കൊടുക്കുക. കമ്മിറ്റ് ചേഞ്ചസ് അടിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ബോട്ട് റണ്ണാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, റണ്ണാക്കാൻ അറിയത്തില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോത്തിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ പോയിട്ട് നോക്കാൻ വേണ്ടി റണ്ണാക്കാൻ നിങ്ങളുടെ ബോട്ടിനെ. ഓക്കെ, ഇതാണ് കമാൻഡ് റിപ്ലൈ ഫോട്ടോ. എൻ്റെ കമാൻഡ് ഇങ്ങനെയാണ് സെറ്റ് ആക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ നേരെ ചെക്ക് ഔട്ടാക്കി നോക്കാൻ നിങ്ങളുടെ ബോട്ട് ഡിപ്ലോയ് ആയിട്ടുണ്ടോ. എന്നിട്ട് ഡിപ്ലോയ് ആയതിന് ശേഷം ഇങ്ങനെ നേരെ ടെലഗ്രാമിലേക്ക് പോയതിന് ശേഷം നിങ്ങളുടെ ബോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ടാക്കി നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ടെലഗ്രാമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്കാക്കി കാണിച്ചു തരാം ബോട്ടിനെ. ഓക്കെ, ടെലഗ്രാമിലേക്ക് പോകാം. ടെലഗ്രാമിലേക്ക് ശേഷം ബോട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് അടിച്ച് കൊടുക്കണം. ഓക്കെ, സ്റ്റാർട്ട് അടിച്ചിട്ട് നമ്മുടെ കാണാൻ സാധിക്കും ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മറക്കാത്ത ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.